വ്യാപി വിഷയത്തിൽ സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിച്ച എം.എ. ബേബി. സുപ്രീം കോടതിയുടേത് വൃത്തികെട്ട വിധി. സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റേത് വഞ്ചനാപരമായ വിധിയാണ്. സത്യപ്രതിജ്ഞ മറന്നുകൊണ്ട് ജസ്റ്റിസ് വിധി പുറപ്പെടുവിച്ചതായും എം.എ. ബേബി. എം മനോജ് ചേരുന്നു വിവരങ്ങളുമായി. മനോജ്, എന്താണ് സംഭവിച്ചത് ബേബിക്ക്? വീണ, കൊല്ലത്ത് നടക്കുന്ന CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രതിനിധി സമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിനിടയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. അതായത് സുപ്രീം കോടതിയുടെ വിധിയാണ് ഈ ഗ്യാൻവാബി വിഷയത്തിൽ എടുത്തു പറയുന്നത്. അതിൽ തന്നെ വൃത്തികെട്ട വിധിയാണ് സുപ്രീം കോടതിയുടേത് എന്നുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അതിനുശേഷം തന്നെ പറയുന്നുണ്ട് ഇത് കോടതി അലക്ഷ്യമായേക്കാമെങ്കിലും ഞാൻ പറയുകയാണെന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം തന്നെ അന്ന് ജസ്റ്റിസ് ആയിരുന്ന ഈ ചന്ദ്രചൂഡിനെ അദ്ദേഹം പരാമർശിച്ചത്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സത്യപ്രതിജ്ഞ മറന്നുകൊണ്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത് എന്നുള്ള കാര്യം, അദ്ദേഹം ഈ വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യമാണ് ഇന്ന് ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം എം.എ. ബേബി പറയുന്നത്. ഇതിൽ തന്നെ കടുത്ത വിമർശനം തന്നെയാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിലൂടെ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ ഒരു ഗ്യാൻവാബി വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ കോടതി കൃത്യമായും അതിൽ ഒരു നിരീക്ഷണം നടത്തിയ ശേഷം വിശ്വാസികൾക്കായി ഇപ്പോൾ അവിടെ ഒരു പൂജാമുറി അടക്കം തുറന്നു നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സർവേ അടക്കം നടക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതിലൂടെ തന്നെ കോടതിയെ അവഹേളിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ഗ്യാൻവാബി പോലൊരു അത്തരത്തിലൊരു വിഷയം, അതായത് ഈ അധിനിവേശ ശക്തികളുടെയൊക്കെ തന്നെ കടന്നുകയറ്റം, അത് തന്നെയാണ് ഗ്യാൻവാബിയും. അതോടൊപ്പം തന്നെ ഈ ഭാരതത്തിലെ വിവിധ ഹൈന്ദവ ക്ഷേത്രങ്ങൾ, അവിടേക്ക് ഇത്തരത്തിലുള്ള കടന്നുകയറ്റങ്ങൾ, അതിനെതിരെ വിശ്വാസികൾ രംഗത്ത് വരുമ്പോൾ, ഹൈന്ദവർ രംഗത്ത് വരുമ്പോൾ അതിൽ ഒരു വിധി അത് കോടതി നിരീക്ഷണത്തിൽ നടത്തിയ ശേഷം അല്ലെങ്കിൽ കൃത്യമായ നിലപാടുകളിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ അതിനെതിരെയാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ തന്നെയാണ്, അതിൻ്റെ പ്രതിനിധി സമ്മേളനത്തിൽ നടക്കുമ്പോൾ തന്നെയാണ് ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതിൽ തന്നെ കൃത്യമായും ഇങ്ങനെ ഒരു പദം അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്, വൃത്തികെട്ട വിധിയാണ് എന്നുള്ള കാര്യം. അത്തരത്തിലൊരു വാക്ക് പ്രയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിധിയെ അദ്ദേഹം നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു വിഷയം അത് ഭാരതത്തിൽ ഉടനീളമുള്ള, അതായത് അയോധ്യ ഉൾപ്പെടെ അദ്ദേഹം പരാമർശിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അയോധ്യയിൽ ഈ ഒരു വിധിയുമായി ബന്ധപ്പെട്ട ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസ് തന്നെയാണ് ഈ ഗ്യാൻവാബി വിഷയത്തിലും ഇടപെട്ടത്. അദ്ദേഹം ഈ ഹൈന്ദവ സമൂഹത്തിനായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകൾ നടത്തി എന്നുള്ള കാര്യമൊക്കെയാണ് ഇന്ന് ഈ ഒരു പ്രസംഗത്തിലൂടെ അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ ഒരു വിഷയം അത് കൃത്യമായി തന്നെ കോടതി പരിഗണനയിലിരുന്ന വിഷയമാണ് ഗ്യാൻവാബിയിൽ. അതിൽ നിരീക്ഷണമൊക്കെ തന്നെ കൃത്യമായും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഈ ഒരു സമ്മേളന വേദിയിൽ അദ്ദേഹം ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത് തന്നെ നമുക്ക് കൂടുതലായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളും അതോടൊപ്പം തന്നെ അത്തരത്തിലുള്ള വിശ്വാസങ്ങളും ഒക്കെ അദ്ദേഹം ഇതിലോട്ട് വലിച്ചു വെച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും CPMൻ്റെ ജില്ലാ സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്ന ഈ ഒരു ദിവസം തന്നെയാണ് ഇത്തരത്തിലൊരു പരാമർശവും ഇന്ന് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എം.എ. ബേബി നടത്തിയിട്ടുള്ളത്. അതേസമയം ഈ സത്യപ്രതിജ്ഞ മറന്നുകൊണ്ട് ജസ്റ്റിസ് വിധി പുറപ്പെടുവിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് ഒരു വിമർശനം ഉന്നയിക്കുന്നതിന് പകരം കോടതി വിധിയെ വിമർശിക്കുന്നതിന് പകരം കോടതിയെ തന്നെ വിമർശിക്കുന്ന രീതിയിലുള്ള നിലപാടല്ലേ മനോജ് ഉണ്ടായിരിക്കുന്നത്? ഈ ഒരു വിധി പുറപ്പെടുവിച്ചത് അതിനനുസരിച്ച് തന്നെയാണ് സുപ്രീം കോടതിയാണ് ഈ ഒരു വിധി പുറപ്പെടുവിച്ചത്. അതിനനുസരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതും. എന്തായാലും ഈ ഭരണഘടനയോടൊപ്പം തന്നെ ഈ സത്യപ്രതിജ്ഞയൊക്കെ മറന്നുകൊണ്ടാണ് ഈ ജസ്റ്റിസ് ഇങ്ങനെ വിധി പുറപ്പെടുവിച്ചത് എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇതിൽ ഒരു വലിയ രീതിയിലുള്ള വിമർശനം തന്നെയാണ് അദ്ദേഹം ഇന്ന് നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് അതായത് ഹർജിക്കാരുടെയും അതോടൊപ്പം തന്നെ മറ്റ് പരാതികളെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ കോടതി അതിലൊരു വിധി പുറപ്പെടുവിക്കുന്നു. എന്നാൽ ആ വിധിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നത് അത് കോടതിയുടെ വിധി അല്ലെങ്കിൽ വഞ്ചനാപരമായ വിധിയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിധിയാണ് എന്നുള്ള കാര്യം അത് CPMൻ്റെ ജില്ലാ സമ്മേളനം നടക്കുന്ന വേദിയിലാണ് അദ്ദേഹം പരസ്യമായി തന്നെ പറയുന്നത്. എന്തായാലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രസ്താവന, ഇത്തരത്തിലൊരു വിമർശനം ഉയർന്നിരിക്കുന്നത്. അത് CPMൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം
അംഗം തന്നെയാണ് ഇങ്ങനെ ഒരു വിമർശനം ഇന്ന് ജില്ലാ സമ്മേളന വേദിയിൽ ഉന്നയിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സാധാരണയായി ജസ്റ്റിസ് ചന്ദ്രചൂഡാണ് ഈ ഒരു വിധി പുറപ്പെടുവിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേരെടുത്തു പറഞ്ഞ് തന്നെ വിമർശിക്കുന്നു. അതോടൊപ്പം തന്നെ കോടതിയുടെ ഈ വിധിക്കെതിരെ തന്നെ ഇത്തരത്തിലുള്ള വാക്കുകൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച വാക്കുകൾ തന്നെയാണ് അദ്ദേഹം ഇന്ന് ഈ ഒരു വേദിയിലും പ്രയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, ശരി മനോജ്. ഏതായാലും അതിനിശ്ചിതമായൊരു വിമർശനമാണ് സുപ്രീം കോടതിക്ക് നേരെ എം.എ. ബേബി നടത്തിയിരിക്കുന്നത്. ജ്ഞാൻവ്യാപി വിഷയത്തിൽ സുപ്രീം കോടതിയെ പരസ്യമായി വിമർശിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ സുപ്രീം കോടതിയുടേത് വൃത്തികെട്ട വിധി എന്നാണ്, സുപ്രീം കോടതി ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റേത് വഞ്ചനാപരമായ വിധി എന്നുകൂടിയാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്.